ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണ്ടെന്നുണ്ടെങ്കിൽ ചിത്രം കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിന്റെ പേരിനെ തന്നെ നോക്കാം. ഈ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് രാമായണത്തിലെ 7 കാണ്ഡങ്ങളിൽ 4-ാമത്തേതാണ്. അതിൽ കിഷ്കിന്ധ എന്ന് പറയുന്നത് വാനരന്മാർ അധിവസിച്ചിരുന്ന ഒരു കാടാണെന്നും ബാലി, സുഗ്രീവൻ എന്നീ വാനരന്മാരാണ് അവിടെ ഭരിച്ചിരുന്നതെന്നും അവിടേക്ക് മനുഷ്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ രാമനും ലക്ഷ്മണനും വന്നിരുന്നുവെന്നുമാണ് പറയുന്നത്. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു വലിയ കാട് കാണിക്കുകയും അവിടെയും കുരങ്ങന്മാർ, വാനരന്മാർ വസിച്ചിരുന്നുവെന്നും തൊട്ടടുത്ത് തന്നെ മനുഷ്യന്മാർ വസിക്കുന്ന ഒരു വീടുണ്ടെന്നുമെല്ലാം കാണിക്കുന്നുണ്ട്. കൂടാതെ രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിൽ രാമനും ലക്ഷ്മണനും കിഷ്കിന്ധയിലേക്ക് എത്തുന്നത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ചിത്രത്തിലേക്ക് വന്ന് നോക്കുകയാണെങ്കിലും ആ ഒരു കാടുള്ള ആ സ്ഥലത്തേക്ക് അപർണ എന്ന അപർണ ബാലമുരളിയുടെ കഥാപാത്രം വന്നതിന് ശേഷം സംഭവിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ്. രാമായണത്തിൽ കാണാതായ സീതയെ പറ്റിയുള്ള അന്വേഷണമാണെങ്കിൽ ഇവിടെ കാണാതെ പോയെന്ന് കരുതുന്ന ചച്ചു എന്ന കുട്ടിയെ പറ്റിയുള്ള അന്വേഷണമാണ്. സോ ഇത്തരത്തിൽ രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിലും ഈ ചിത്രത്തിലാണെങ്കിലും കുരങ്ങന്മാർ അധിവസിക്കുന്ന ഒരു കാടും അവിടേക്ക് മനുഷ്യർ വരുന്നതും ഒരാളെ തേടിയുള്ള അന്വേഷണവുമെല്ലാമാണ് രണ്ടിലും കാണിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ പേര് ചിത്രത്തിന് പെർഫെക്റ്റ് ആയി മാറുന്നത്. രണ്ടാമത്തത്, ഇങ്ങനെ ചിത്രത്തിൽ കുരങ്ങന്മാരെ കാണിക്കുന്നതെല്ലാം പലപ്പോഴും മനുഷ്യരുമായി സാമ്യപ്പെടുത്തി തന്നെയാണ്. അതായത് പലപ്പോഴും അപ്പുപിള്ളയെ ഒറ്റപ്പെട്ട നിലയിൽ കാണിക്കുമ്പോൾ ഇതുപോലെ ഒരു കുരങ്ങനും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ലച്ചു എന്ന കുട്ടി മരണപ്പെട്ടു എന്ന രീതിയിൽ കാണിക്കുമ്പോഴും അവിടെ ഒരു കുരങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിന്റെ അവസാനത്തിൽ തോക്കുള്ള ഒരു കുരങ്ങൻ പുറത്തുണ്ട്, സൂക്ഷിക്കുക എന്ന് കാണിക്കുമ്പോൾ സത്യത്തിൽ തോക്കിന്റെ ഉടമസ്ഥനായിട്ടുള്ള എന്നാൽ മറവിരോഗമുള്ള അപ്പുപിള്ളയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ചിത്രത്തിൽ കുരങ്ങന്മാരെ പലപ്പോഴും കാണിച്ചിരിക്കുന്നത് അവരെ മനുഷ്യരുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. മറ്റൊന്ന്, ചിത്രത്തിൽ ചച്ചു എന്ന ആ കുട്ടിയെ കാണിച്ചിരിക്കുന്നതാണ്. ഈ ചച്ചു തോക്ക് ഉപയോഗിക്കുമ്പോഴാണ് അബദ്ധത്തിൽ അമ്മയുടെ കയ്യിലിരുന്ന് വെടിപൊട്ടി മരിക്കുന്നതായി പറയുന്നത്. എന്നാൽ ഇത് കാണിക്കുന്നതിന് മുന്നേ സിനിമയുടെ തുടക്ക ഭാഗങ്ങളിൽ തന്നെ ചച്ചുവിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ ഈ ചച്ചു ടിവിയിൽ വെടിവെപ്പുള്ള ഒരു ഗെയിം കളിക്കുന്നതായും അപർണ ചച്ചുവിന്റെ പഴയ വീഡിയോകൾ നോക്കുന്ന സമയത്ത് അവിടെയും ചച്ചു തോക്ക് ഉപയോഗിച്ച് കളിക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇതിലൂടെ എല്ലാം തന്നെ ചച്ചുവിന് തോക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് കാണിച്ചിരുന്നു. സോ ഈ ഭാഗങ്ങളിൽ തന്നെ ഒരുപക്ഷെ ചച്ചുവിന്റെ മരണം ഇത്തരത്തിൽ തോക്കുകൊണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഫ്ലാഷ് ബാക്ക് സീനുകളിൽ ഒരുപാട് സ്ഥലത്ത് ചച്ചുവിനെ തോക്കുമായി ബന്ധപ്പെടുത്തി കാണിച്ചിരുന്നത്. മറ്റൊന്ന്, ആ കുരങ്ങന്റെ മരണം. ചിത്രത്തിൽ ചച്ചു അബദ്ധത്തിൽ തോക്ക് വെച്ച് വെടിവെച്ച് കുരങ്ങനെ കൊന്നു എന്ന രീതിയിലാണ് പറഞ്ഞു പോയത്, അല്ലെങ്കിൽ ആ സമയത്ത് മറ്റുള്ള കഥാപാത്രങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല, ചച്ചു മനഃപൂർവ്വം കുരങ്ങനെ കൊന്നതാണ് എന്നതിന്റെ ഒരു സൂചന ചിത്രത്തിന്റെ തുടക്ക ഭാഗത്ത് തന്നിരുന്നു. അതായത് അജയ് അപർണയോട് കുരങ്ങന്മാർ ആ കളിപ്പാട്ടമെല്ലാം എടുത്തുകൊണ്ടുപോകുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുമ്പോൾ ചച്ചുവിന്റെ നമ്പർ 1 എനിമിയായിരുന്നു കുരങ്ങന്മാരെന്നും എലിക്കണി വെച്ച് വരെ ചെക്കൻ കുരങ്ങന്മാരെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. സോ ഇത്തരത്തിൽ തന്റെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തുകൊണ്ടു പോകുന്നത് കുരങ്ങന്മാരായതുകൊണ്ട് ആ കുരങ്ങന്മാരോട് ചച്ചുവിന് ദേഷ്യം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ചച്ചു തോക്കെടുത്ത് അബദ്ധത്തിൽ കുരങ്ങനെ വെടിവെച്ച് കൊന്നതല്ല, പകരം കുരങ്ങന്മാരോടുള്ള ദേഷ്യം കൊണ്ട് തോക്കെടുത്ത് മനഃപൂർവ്വം അതിനെ വെടിവെച്ച് കൊന്നതാണ് എന്ന രീതിയിൽ മനസ്സിലാക്കാം. കൂടാതെ ഇവിടെ തന്നെയുള്ള മറ്റൊരു കാര്യം, ചച്ചുവിന്റെ പഴയ വീടുകളും മറ്റും അപർണ കാണുന്ന സമയത്ത് അതിൽ ചച്ചു ഉയരമുള്ള മരത്തിൽ കയറിയിരിക്കുന്നതായിട്ടും വീടിന്റെ ഉയരമുള്ള ഭാഗത്ത് കയറിയിരിക്കുന്നതായിട്ടും തലകുത്തി മറിയുന്നതായിട്ടും എല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കുരങ്ങന്മാർ തലകുത്തി മറിയുന്നത് പോലെയും കുരങ്ങന്മാർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെയുമെല്ലാമാണ് ഈ കുരങ്ങന്മാരെ കണ്ടു വളർന്നിട്ടുള്ള ചച്ചുവും ചെയ്യുന്നത്. കൂടാതെ ഈ ചച്ചു ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ആ കുരങ്ങന്റെ സ്കെൽറ്റൻ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് അത് ചച്ചുവിന്റെ ബോഡിയാണെന്ന്, ചെറിയ കുട്ടിയായതുകൊണ്ട് അത് ചച്ചുവിന്റെ സ്കെൽറ്റൻ ആണെന്ന് പ്രേക്ഷകരായിട്ടുള്ള നമ്മളും സിനിമയിലെ പല കഥാപാത്രങ്ങളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ചച്ചുവിനെ പല രീതിയിലും ആ സ്കെൽറ്റനിലൂടെയും തലകുത്തി മറിയുന്നതിലൂടെയും മരത്തിലും ഉയരമുള്ള സ്ഥലത്തെല്ലാം കയറിയിരിക്കുന്നതിലൂടെയും എല്ലാം ചച്ചുവിനെ ഒരു കുരങ്ങനെ പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് വെച്ചുകൊണ്ട് കിഷ്കിന്ധാകാന്ഡം എന്ന രാമായണത്തിലെ ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബാലി, സുഗ്രീവൻ എന്നു പേരുള്ള ഒരേപോലെയുള്ള 2 വാനരന്മാർ ഉണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ശത്രുക്കളായി മാറിയെന്നും ഒരാൾ കാരണം മറ്റൊരാൾ മരിച്ചുവെന്നും കാണിക്കുന്നുണ്ട്. സെയിം രീതിയിലാണ് ഇവിടെ ചച്ചുവിനെ പല രീതിയിലും കുരങ്ങന്മാരുമായി കണക്ട് ചെയ്ത് കാണിക്കുന്നതും ചച്ചുവിന് കുരങ്ങന്മാരോട് ദേഷ്യം ഉണ്ടാകുന്നതും
ചച്ചു ഒരു കുരങ്ങനെ കൊല്ലുന്നതായിട്ടും കാണിക്കുന്നത്. സോ ഈ രീതിയിലും കിഷ്കിന്ധാകാന്ഡമെന്ന ആ രാമായണത്തിന്റെ പല കാര്യങ്ങളും ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, അപർണ വിവാഹത്തിന് ശേഷം അജയന്റെ വീട്ടിലെത്തി ആ ഫോട്ടോകൾ നോക്കുന്ന സമയത്ത് അവിടെയുള്ള പല ഫോട്ടോകളും സിനിമയ്ക്കായി എടുത്തിട്ടുള്ളതാണെങ്കിൽ അതിലെ 1-2 ഫോട്ടോകൾ കണ്ടപ്പോൾ അത് ശരിക്കും ആസിഫ് അലിയുടെ റിയൽ ലൈഫിൽ എടുത്തിട്ടുള്ള ഫോട്ടോകളാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ അജയൻ എന്ന ക്യാരക്ടർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് ചിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ വീട് കാണിക്കുന്ന സമയത്ത് പല ഭാഗത്തായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലണ്ടറുകളും മറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴാണ് ആസിഫ് അലിയുടെ അജയൻ എന്ന ക്യാരക്ടറിന് ചച്ചുവിന് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും അച്ഛൻ ഈ അന്വേഷണമെല്ലാം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നുവെന്ന് അപർണയെയും പ്രേക്ഷകരായിട്ടുള്ള നമ്മളെയും അറിയിക്കുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിലുള്ള ഒരു ഭാഗത്ത് വെച്ച് തന്നെ ആസിഫ് അലിയുടെ ചെറിയ ചില എക്സ്പ്രഷൻസിലൂടെ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എക്സ്പ്രഷൻസ് ചേഞ്ചിലൂടെ ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അതായത് അപ്പുപിള്ള തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തെളിവുകളെല്ലാം കത്തിച്ചു കളയുന്നത് ആദ്യമായി അപർണ കാണുമ്പോൾ ഇരുട്ടത്ത് ആരോ തീ കത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അജയനെ വിളിക്കുകയും അജയൻ മൊബൈലിന്റെ വെളിച്ചത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ അപർണ ആ വെളിച്ചം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ടോർച്ച് എടുക്കാനായി പോവുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ മഴ പെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ സമയം നോക്കുകയാണെങ്കിൽ അജയൻ എന്ന ആ ക്യാരക്ടർ ചെറുതായി ചിരിക്കുന്നതായും സന്തോഷിക്കുന്നതായും എന്നാൽ അപർണ അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് സന്തോഷം മാറി നിരാശനാകുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അതിലൂടെ താൻ അങ്ങോട്ടേക്ക് ടോർച്ചിന്റെ വെളിച്ചത്തിൽ പോകാൻ നോക്കുകയായിരുന്നെങ്കിൽ എപ്പോഴും തന്റെ കൂടെ വരുന്ന എല്ലാ കാര്യങ്ങളിലും തന്റെ കൂടെ വരുന്ന തന്റെ ഭാര്യ തന്റെ കൂടെ അവിടേക്കും വരാൻ സാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിലൂടെ ഒരുപക്ഷെ അവൾ സത്യങ്ങൾ അറിഞ്ഞേനെയെന്നും എന്നാൽ മഴ വന്നതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്റെ ഭാര്യ സത്യങ്ങളൊന്നും അറിയില്ലെന്നും സന്തോഷിച്ചുകൊണ്ടാണ് അജയൻ ആ സമയം ചിരിക്കുന്നതായി കാണിക്കുന്നത്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അപർണ വന്നത് കണ്ടുകൊണ്ട് ചിരിയിൽ നിന്നും മുഖഭാവം മാറി നിരാശയിലേക്കുമാകുന്നു. ഒരുപക്ഷെ ആ മഴയത്ത് പൂർണ്ണമായും ആ പേപ്പറുകൾ കത്തി നശിച്ചില്ലെങ്കിൽ കൂടി പിറ്റേന്ന് അപർണ ചെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ തനിക്ക് അതെല്ലാം ചെന്ന് നശിപ്പിക്കാൻ സമയം കിട്ടും, അതെല്ലാം അവിടെ നിന്നും മാറ്റാൻ സമയം കിട്ടും എന്നുള്ള രീതിയിലായിരിക്കാം അജയൻ അപ്പോൾ ചിന്തിച്ചിരിക്കുക. മറ്റൊന്ന്, അപർണ അപ്പുപിള്ളയുടെ ഈ മറവി രോഗത്തെപ്പറ്റി അജയനോട് പറയുന്ന സമയത്ത് അജയൻ ചച്ചു ഇത് മുന്നേ നോട്ടീസ് ചെയ്തിരുന്നുവെന്ന് അപർണയോട് പറയുന്നുണ്ട്. സോ അജയനെക്കാട്ടിലും ഭാര്യ പ്രവീണയെക്കാട്ടിലും മുന്നേ എന്തുകൊണ്ടാണ് ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള ചച്ചു ഇത്തരം കാര്യങ്ങൾ നോട്ടീസ് ചെയ്തതെന്ന് ചിത്രത്തിൽ എടുത്തൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ കൂടി ചെറിയ സൂചനകളിലൂടെ എന്തുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മളെ അറിയിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ചച്ചുവിന്റെ വീഡിയോകൾ അപർണ കാണുന്ന ഒരു സീനിൽ അപർണ അജയനോട് അച്ഛൻ ചച്ചുവുമായിട്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചച്ചുവിന് 2.5 വയസ്സുള്ളപ്പോഴാണ് പ്രവീണയ്ക്ക് രോഗം കണ്ടു തുടങ്ങിയതെന്നും അപ്പോൾ മുതൽ മിക്കപ്പോഴും ചച്ചു അച്ഛൻ്റെ കൂടെയായിരുന്നുവെന്നും പറയുന്നുണ്ട്. സോ അതിലൂടെ ഈ 2.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചച്ചുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പുപിള്ളയായിരുന്നു. സോ ഇതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചച്ചു അപ്പുപിള്ളയുടെ കൂടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് മുന്നേ തന്നെ ചച്ചുവിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അപ്പുപിള്ള എന്ന ആ ക്യാരക്ടർ പട്ടാളത്തിലായിരുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും ചെയ്യുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ ഒരു നല്ല ഡീറ്റെയിൽ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ആ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ നമ്മളെ കാണിച്ചിരുന്നു. അതായത് കഞ്ഞി കുടിച്ചിട്ട് എണ്ണീച്ചു പോകുന്ന അപ്പുപിള്ള ആ ഒരു കസേര എടുത്തിടുന്നതായും ഇട്ട ശേഷം ഒന്ന് തിരിഞ്ഞ് അതെല്ലാം കറക്റ്റായി കിടക്കുന്നുണ്ടോ എന്നും നോക്കുന്നുണ്ട്. അവസാനത്തേത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതായത് ചിത്രത്തിൽ ചച്ചുവിന്റെ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് നമ്മളെ കാണിച്ചിട്ടില്ല. അപ്പുപിള്ള ആ കാര്യം മറന്നു പോവുകയും അജയന് ആ കാര്യം ചോദിക്കാൻ കഴിയുന്നില്ല എന്നുമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നിയത് അപ്പുപിള്ള ആ തെളിവുകളെല്ലാം കൊണ്ട് നശിപ്പിക്കാനായി കത്തിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയായിരിക്കും മിക്കവാറും ചച്ചുവിനെ കുഴിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ തോന്നാനുള്ള കാരണം ഈ അപ്പുപിള്ള തന്റെ കൈകൊണ്ടാണോ ചച്ചു മരണപ്പെട്ടത് എന്നുള്ള സംശയത്തിൽ തെളിവുകളെല്ലാം ശേഖരിക്കുകയും അതിൽ നിന്നും സത്യാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം ആ തെളിവുകളെല്ലാം തന്നെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കുന്നു. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ച് തെളിവുകളെല്ലാം ശേഖരിക്കുകയും സത്യം മനസ്സിലാക്കിയതിനു ശേഷം അതേ തെളിവുകളെല്ലാം തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. സോ അപ്പുപിള്ള ഇതേ കാര്യങ്ങൾ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴെല്ലാം എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ മാത്രം മറക്കുന്നില്ല. ഒന്ന്, ചച്ചു മരിച്ചു എന്നുള്ള കാര്യം അപ്പുപിള്ളയ്ക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ആരോ വെടിവെച്ചാണ് അവനെ കൊന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയുള്ള ഒരേ ഒരു കാര്യം ഇതുകൊണ്ട് കത്തിക്കുന്ന സ്ഥലമാണ്. കാരണം അപ്പുപിള്ള വീട്ടിലേക്കുള്ള വഴി മറന്നു പോകുന്നുണ്ട്.
അത് കത്തിച്ചതിന് ശേഷം തിരിച്ചു പോകാനുള്ള വഴി വരെ മറന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും കറക്റ്റായി കൊണ്ടുപോയി ഇട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥലമാണെങ്കിൽ വീടിന്റെ തൊട്ടടുത്തുമല്ല, കുറച്ച് അകലേക്ക് നീങ്ങി നിൽക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരെ നടക്കാൻ വഴിതെറ്റി പോകുന്ന ഒരാൾ ഇങ്ങനെ ഒരുപാട് തവണ തെളിവുകൾ കത്തിക്കാനായി ശ്രമിച്ചപ്പോഴെല്ലാം വേറെ എങ്ങോട്ടും പോകാതെ കൃത്യമായി ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നുകൊണ്ട് കത്തിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മറക്കുന്നുണ്ടെങ്കിൽ കൂടി ചച്ചു എന്ന ആൾ മരിച്ചിട്ടുണ്ടെന്നും വെടിയേറ്റാണ് മരിച്ചതെന്നും ഉള്ളിൽ എവിടെയോ കിടക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ചച്ചുവിനെ കുഴിച്ചിട്ടതും ആ ഒരു ഭാഗത്ത് എവിടെയാണെന്നുള്ള ഓർമ്മ എങ്ങനെയോ മനസ്സിൽ കിടക്കുകയും അതുകൊണ്ട് അവിടേക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും കൊണ്ട് നശിപ്പിച്ചേക്കാം എന്നും അപ്പുപിള്ളയുടെ മനസ്സിൽ തോന്നുന്നതാകാം. സോ മേ ബി ഇതിൻ്റെ ഒരു തോന്നൽ മാത്രമാകാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.